Good morning all. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ക്യാപിറ്റൽ എന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നും എന്താണ് ഫിസിക്കൽ ക്യാപിറ്റൽ എന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ എന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയായിരുന്നു? ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, അല്ലെ? നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതിനകത്ത് ലാൻഡ് എന്താണെന്ന് നമുക്കറിയാം, ലേബർ എന്താണെന്ന് അറിയാം, ക്യാപിറ്റൽ മാത്രമാണ് അവിടെ നമുക്കൊരു പുതിയ ടേം ആയിട്ട് വന്നത്, അല്ലെ? അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മള് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള പ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മറ്റു കാര്യങ്ങൾ, മറ്റ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ക്യാപിറ്റൽ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് എടുക്കുക, ഒരു മെഷീൻ എടുക്കുക, എന്തെങ്കിലും ഒരു ടൂൾ എടുക്കുക, ഒരു എക്യുപ്മെന്റ് എടുക്കുക, ഇതെല്ലാം എന്താണ്? ക്യാപിറ്റൽസിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറിക്കുള്ളിൽ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ യൂസ് ചെയ്തിട്ടായിരിക്കും ആ ഫാക്ടറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് സാധനങ്ങളും സേവനങ്ങളും എല്ലാം അവർ ഉണ്ടാക്കുന്നത്, അല്ലെ? ഗുഡ്സ് സാധനങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത് ആ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ഇവിടെ മെഷീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാപിറ്റൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ മെഷീൻ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ആണ്. അപ്പൊ ക്യാപിറ്റൽ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പൊ നേരത്തെ ഒരു 50 പേര് ചെയ്തുകൊണ്ടിരുന്ന ജോലിയായിരിക്കും ചിലപ്പോൾ ഒരു മെഷീൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ 50 പേര് 1 മണിക്കൂർ കൊണ്ട് എടുത്ത് ചെയ്യുന്നത് ചിലപ്പോൾ 10 യൂണിറ്റ് സാധനങ്ങളായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഗുഡ് 10 എണ്ണം ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു മെഷീന് അറ്റ് എ ടൈം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഒരു 100 സാധനം വരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചേക്കും. അപ്പൊ ഇവിടെ പ്രൊഡക്ടിവിറ്റി ആർക്കാ കൂടുതലെന്ന് ചോദിച്ചാൽ ക്യാപിറ്റലിനാണ് അല്ലെങ്കിൽ മെഷീനാണ്, അല്ലെ? അപ്പൊ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ക്യാപിറ്റൽ ഗുഡ്സ് എന്നാണ് വിളിക്കുന്നത്. ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ ഫിസിക്കൽ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റൽ എന്നാണ് നമ്മൾ ക്യാപിറ്റലിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബിൽഡിങ്സ്, മെഷീൻസ്, ടൂൾസ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഫിസിക്കൽ ക്യാപിറ്റൽ, എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഫിസിക്കൽ ക്യാപിറ്റൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ, അതായത് നമുക്ക് ഫർദർ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ എല്ലാം നമുക്ക് ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെഷീൻസ് ആയിക്കോട്ടെ, ഫാക്ടറീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പലതരത്തിലുള്ള ഇൻപുട്ടുകൾ യൂസ് ചെയ്യുമല്ലോ ഒരു പ്രൊഡക്ഷന്, റോ മെറ്റീരിയൽസ്, അതുപോലെ ബിൽഡിങ്, ഇതെല്ലാം നമുക്ക് ഫിസിക്കൽ ക്യാപിറ്റൽ ആയിട്ട് പറയാം. ഓക്കെ, ഫിസിക്കൽ ക്യാപിറ്റൽ ആയിട്ട് പറയാം. ഇതെല്ലാം നമുക്ക് പ്രൊഡക്ഷന് പിന്നെയും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. സോ ഇതിനെല്ലാം നമുക്ക് ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയാം. എന്നാൽ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ? ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്ക് ഡെഫിനിഷൻ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുണ്ട്, ഓക്കെ, നമ്മൾ വിചാരിക്കും ഈ ആൾക്കാരെ കൊണ്ട് എന്താണ് ഗുണം, പോപ്പുലേഷൻ കൂടുന്ന ഒരു രാജ്യത്തിന് നല്ലതാണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കേൾക്കാറുള്ളതാണ്, അല്ലേ? പക്ഷെ സത്യത്തിൽ ഹ്യൂമൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു ക്യാപിറ്റൽ ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹ്യൂമൻ ബീങ്സിന് വേണ്ട ഹെൽത്തും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എഡ്യൂക്കേഷനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ നല്ല രീതിക്ക് പ്രൊഡക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഇവിടെ ഉണ്ടായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഹെൽത്തും എഡ്യൂക്കേഷനും പോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ തന്നെ നമുക്ക് നാളെ ഒരു അസറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ അത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് നല്ലൊരു എക്കണോമിക് ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ വർക്കിംഗ് സ്പാൻ കൂട്ടാനായിട്ട് പറ്റും, അല്ലെ? അപ്പൊ ഒരു എക്കണോമിക് ബെനിഫിറ്റ് കൂടുന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ, ഹ്യൂമൻസ് എന്ന് പറയുന്നത് തന്നെ, മനുഷ്യരെന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിലൊരു ക്യാപിറ്റൽ ആണ്, മൂലധനമാണ്. ഓക്കെ, അപ്പൊ ഈ മനുഷ്യർക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ ആക്കി മാറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യരെ എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ ആക്കി മാറ്റുന്നതെന്ന് ചോദിച്ചാൽ ത്രൂ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ട്രെയിനിങ് കേട്ടോ. എഡ്യൂക്കേഷനും വേണ്ട ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവരെ ഹ്യൂമൻ റിസോഴ്സുകളാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കി മാറ്റുന്നത്.
ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ടീച്ചറിനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റിനെ ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് അവർക്ക് വേണ്ട എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. അതായത് ഹ്യൂമൻ ബീയിങ്സിന് വേണ്ട എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും കൊടുത്ത് അവരെ ഒരു അസറ്റാക്കി മാറ്റുക, അല്ലെ ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കി മാറ്റുന്നതിനെയാണ് ആ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മനുഷ്യനുണ്ട്, ആ ഒരു മനുഷ്യന് വേണ്ട എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ കൊടുത്ത് അവരെ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. മറന്നുപോകരുത്, ഡെഫിനിഷനായിട്ടൊക്കെ ചോദിക്കും. ഓക്കെ, ഇനി ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഞാൻ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള എബിലിറ്റീസ്, സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ്, സ്കിൽ ഡെവലപ്മെന്റ് അല്ലെ, ട്രെയിനിങ് കൊടുക്കുക, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചിരിക്കാം. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഫിസിക്കൽ ക്യാപിറ്റലും ഹ്യൂമൻ ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? PYQ ആണ് കേട്ടോ, മറന്നു പോകരുത്. PYQ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് നമുക്കൊരു ബോക്സ് പോലെ ദാണ്ട് ഇങ്ങനെ ഒരു ഡബിൾ ബോക്സിൽ ഇങ്ങനെ ഇട്ട് നമുക്ക് വരച്ച് അത് എഴുതി കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്കൽ ക്യാപിറ്റൽ ടാഞ്ചിബിൾ ആണ്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ഈ മെഷീൻ നിങ്ങൾക്ക് തൊടാൻ പറ്റും അല്ലെ. ഒരു മെഷീൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ടാഞ്ചിബിൾ ആണ്, തൊടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു മെഷീൻ ഈസിലി നിങ്ങൾക്ക് കൊണ്ടുവന്ന് കടയിൽ വിൽക്കാനായിട്ട് പറ്റും അല്ലെ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവന്ന് കടയിൽ വിൽക്കാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾ ആ ഒരു മെഷീൻ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്നിരുന്നോട്ടെ, ഓക്കെ, കമ്പ്യൂട്ടർ ഒരു മെഷീനാണ്. അപ്പൊ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ആ കമ്പ്യൂട്ടർ നിങ്ങൾക്കറിയാം, അത് നിങ്ങൾ 2020 വാങ്ങിച്ചു എന്നിരിക്കട്ടെ. ഇപ്പോഴും അത് അതുപോലെ തന്നെ ഓടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഉണ്ടായിരിക്കണം എന്നില്ല. അതായത് ഈ മെഷീനുകളുടെ ഒരു പ്രത്യേകതയാണ്, അത് ഡിപ്രിഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കും അല്ലെ. ഇപ്പൊ നമ്മളൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ, പണ്ട് ചവിട്ടുന്ന മറ്റേ ഉഷയുടെ ഒക്കെ തയ്യൽ മെഷീൻ ഇല്ലേ, ഈ മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തൊന്നും ഒരു സൗണ്ട് ഒക്കെ കേൾക്കും. നമ്മൾ ഉപയോഗിക്കാതൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പഴകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് ഡിപ്രിസിയേറ്റ് ചെയ്യാണ്, അതായത് ഓരോ ടൈമിനനുസരിച്ച്, അതായത് കാലം ഇങ്ങനെ കടന്നു പോകും തോറും അത് ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മോർ മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ്, അതായത് രാജ്യങ്ങൾക്കിടയിൽ, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഈ കമ്പ്യൂട്ടർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആണ്, കുറച്ചുകൂടി മൊബൈലാണ്, അതായത് നിങ്ങൾക്ക് പോർട്ടബിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഒരു കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ ഞാനത് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ പിന്നെ അവരുടെ ആവും അല്ലെ. ഇപ്പൊ ഓണർഷിപ്പ് നമുക്ക് കൈമാറാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മെഷീൻ ഞാനത് മറ്റൊരാൾക്ക് കൊടുത്താൽ അത് അയാളുടെ മെഷീനായി. ഓക്കെ, കാശ് വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ടെക്നിക്കൽ പ്രോസസ്സുകളായിരിക്കും നടക്കുന്നത് അല്ലെ, ടെക്നിക്കൽ പ്രോസസ്സുകളായിരിക്കും കൂടുതലും നടക്കുന്നത്. അപ്പോൾ നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് പറ്റും, അതിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അതുപോലെ എളുപ്പത്തിൽ കൊണ്ടുവന്ന് മാർക്കറ്റ് വിൽക്കാം, കാലത്തിനനുസരിച്ച് അത് പഴകും, തേയ്മാനം സംഭവിക്കും. അതുപോലെ കൂടുതൽ രാജ്യങ്ങൾക്കിടയിൽ നമുക്ക് ഈസി ആയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓണറിന്റെ കയ്യിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം. എക്കണോമിക് ആൻഡ് ടെക്നിക്കൽ പ്രോസസ്സുകളാണ് കൂടുതലും അതിൽ നടക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺടച്ചബിൾ ആണ്. അതായത് ഒരു മനുഷ്യന്റെ സ്കില്ല്, നമ്മളിവിടെ ഹ്യൂമൻസിന്റെ കാര്യമല്ല പറയുന്നത്, അവരുടെ സ്കില്ല്, അവരുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തൊട്ട് നോക്കാൻ പറ്റില്ല, അല്ലെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. നമുക്കത് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, നമുക്കത് തൊട്ട് നോക്കാൻ പറ്റില്ല. അതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല. അതുപോലെ നമുക്ക് ആൾക്കാരുടെ സ്കില്ല് കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാർക്കറ്റ് വിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് പാടാൻ കഴിവുണ്ട്, ഇപ്പൊ ഞാൻ പാടുന്ന കഴിവ് കൊണ്ടുവന്ന് 2.5 കിലോ കടയിൽ വിറ്റു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. അപ്പൊ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ല, ഫിസിക്കൽ ക്യാപിറ്റൽ വിൽക്കാം. അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പൊ മെഷീൻസിന് ഡിപ്രിസിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നെങ്കിൽ മാറിയെടുക്കുക, അല്ലെങ്കിൽ അത് പുതിയൊരെണ്ണം വാങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ. പക്ഷേ ഹ്യൂമൻ ക്യാപിറ്റലിന് ഡിപ്രിസിയേഷൻ, തേയ്മാനം വന്നാലും അതിനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ കൊടുത്ത് ബെറ്റർ ആക്കാൻ പറ്റും, ഡേ ബൈ ഡേ ബെറ്റർ ആക്കാൻ പറ്റും. ഇനി ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് ഫിസിക്കൽ ക്യാപിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് രാജ്യങ്ങൾക്കിടയിൽ കൈമാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുപോലെ തന്നെ ഇത് കൂടുതലും സോഷ്യൽ പ്രോസസ് ആണ് അല്ലെ. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രക്രിയയാണ്.
അതായത് അത് നമ്മുടെ ഈ പറയുന്നത് പോലെ ഒരു ടെക്നിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ കൂടുതൽ ഇൻപുട്ട് കൊടുത്താൽ മാത്രം ഔട്ട്പുട്ട് കിട്ടുന്ന ഒന്നാണ്, ഒരു സാമൂഹിക പ്രക്രിയയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ, തൊട്ടു നോക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. രാജ്യങ്ങൾക്കിടയിൽ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊരു സോഷ്യൽ പ്രോസസ് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഫിസിക്കൽ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ വ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്തിനാണ് നടത്തുന്നത് നോക്കാം, അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. അപ്പം നമ്മൾ ഫിസിക്കൽ ക്യാപിറ്റൽ പറഞ്ഞല്ലോ, അതായത് ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഫിസിക്കൽ ക്യാപിറ്റൽ കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ഇതിനൊക്കെ നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കറിയാം, നല്ല ഹെൽത്തും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു രാജ്യത്ത് എന്ത് കൂടും, ലൈഫ് എക്സ്പെക്ടൻസി കൂടും. ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജീവിക്കുന്ന അയാളുടെ ആ ഒരു ജീവിത കാലമാണ് അല്ലെ, ആയുർദൈർഘ്യമാണ്. അപ്പൊ അത് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്കറിയാലോ 1947 നമ്മൾ IED ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ലൈഫ് എക്സ്പെക്ടൻസി അല്ല ഇപ്പോൾ. അന്ന് 30s കടന്ന ലൈഫ് എക്സ്പെക്ടൻസി ഇപ്പോൾ 70s കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ഹെൽത്തും എഡ്യൂക്കേഷനും ഒക്കെ ബെറ്റർ ആയതുകൊണ്ടല്ലേ ആൾക്കാർക്ക് കൂടുതലും ഹെൽത്ത് കിട്ടുന്നതും ഹെൽത്ത് ഫെസിലിറ്റീസ് അത്രയും ബെറ്റർ ആയതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുന്നതും അല്ലെ. അപ്പൊ ഡെത്ത് റേറ്റ് അതുവഴി നമുക്ക് കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. മരണനിരക്ക് കുറഞ്ഞു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള എപ്പിഡമിക്സ്, അതായത് ഓരോരോ രോഗങ്ങളൊക്കെ വരുന്നതൊക്കെ ഇപ്പൊ ഭയങ്കര കുറവാണ്. ഇപ്പൊ വർഷത്തിലൊരു കൊറോണ പോലത്തുള്ളൊരു മാരക രോഗമൊക്കെ വന്നെങ്കിൽ പോലും അതിനെയൊക്കെ നമ്മൾ ബീറ്റ് ചെയ്തു എന്നുള്ളതാണ് അല്ലെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ അവർക്കൊരു പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയാണ്. അതുപോലെ നല്ല എഡ്യൂക്കേഷനും നല്ല ഹെൽത്തും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് പോപ്പുലേഷൻ ഗ്രോത്തും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ ഡെവലപ്ഡ് ആയിട്ടുള്ള പല രാജ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടാനുള്ള ഒരു മെജോറിറ്റി കാരണം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ്. അതായത് ആൾക്കാർക്ക് അവരുടെ ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു അവസ്ഥ, ഫാമിലി പ്ലാനിങ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കാത്തത് എഡ്യൂക്കേഷൻ്റെ ലാക്ക് കൊണ്ടാണ്. അപ്പം പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നല്ല ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഒരു രാജ്യത്ത് നടക്കുമ്പോഴാണ്. അപ്പം ഫിസിക്കൽ ക്യാപിറ്റൽ ആയാലും ഹ്യൂമൻ ക്യാപിറ്റൽ ആയാലും ആയുർദൈർഘ്യമായാലും ക്വാളിറ്റി ഓഫ് ലൈഫ് ആയാലും പോപ്പുലേഷൻ ഗ്രോത്ത് ആയാലും ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ആ സോഴ്സസ് ഒന്ന് പറയാം. അപ്പം നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ, പിന്നെ ജോബ് ട്രെയിനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അടുത്തതാണ് മൈഗ്രേഷൻ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫർമേഷൻ അക്വിസിഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതായത് ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സോഴ്സസ്, ഉറവിടം എവിടേക്കാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ ക്യാപിറ്റലിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന എഡ്യൂക്കേഷനിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കാര്യക്ഷമത കൂടും, അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും അല്ലേ. അതായത് അവരുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാനായിട്ട് പറ്റും, ഉൽപാദനക്ഷമത കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ അത് ഫൈനലി എന്ത് ചെയ്യും, ആൾക്കാർക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ, അവരുടെ ക്ഷേമം വെൽഫെയറിന് കാരണമാവും, അത് രാജ്യത്തിന് ഫൈനലി ഗുണമാവും. അപ്പൊ ഈ ഒരു രീതിയാണ് നമുക്ക് എഡ്യൂക്കേഷനിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂടി എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കൂടും, അതുവഴി വെൽഫെയർ ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ അത് നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി ഉണ്ടാവും. ഓക്കെ, എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എഫിഷ്യൻസി ഉണ്ടാവും, എഡ്യൂക്കേഷൻ കൊടുക്കുന്നു അപ്പോൾ എഫിഷ്യൻസി ഉണ്ടാവും, എഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, ആളുകളുടെ പ്രൊഡക്ടിവിറ്റി കൂടും, പ്രൊഡക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ വെൽഫെയർ ഉണ്ടാവും അല്ലേ, വെൽഫെയർ, അതുപോലെ തന്നെ ഗ്രോത്ത്, രാജ്യത്തിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും എഡ്യൂക്കേഷൻ അതിന് ഹെൽപ്പ് ചെയ്യുന്നത്.
ഇനി ഹെൽത്തും അതുപോലെ തന്നെയാണ് അല്ലേ. ഇപ്പം നല്ല ഹെൽത്ത് ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ എന്നും ജോലിക്ക് പോകാൻ പറ്റും, അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അയാളുടെ ഒരു മാക്സിമം അവിടെ എടുക്കാനായിട്ട് പറ്റും അല്ലെ. ഇപ്പൊ ഒരു നല്ല ഹെൽത്തി പേഴ്സണ് മാത്രമേ അയാളുടെ ഒരു മാക്സിമം ഇൻപുട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിലും നിങ്ങൾക്കറിയാം ഒരുപാട് ഹെൽത്ത് സ്കീമുകളും സംഭവങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതിന്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടിയിട്ടാണ്. അതായത് വേണ്ട മെഡിസിൻസ് കൊടുക്കുന്നു, ക്യൂറേറ്റീവ് മെഡിസിൻസും പ്രിവെന്റീവ് മെഡിസിൻസും ഉണ്ട്. പ്രിവെന്റീവ് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്സിൻ പോലത്തുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ, വാക്സിൻ പോലത്തുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ, ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഹെൽത്തി ആയിട്ട് ഇരുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് ഗവൺമെന്റ് കറക്റ്റായിട്ട് ഇടപെട്ട് അതിന് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു. അതുപോലെ വേണ്ട സമയത്ത് എപ്പോഴും നല്ല കുടിവെള്ളം, ശുദ്ധമായിട്ടുള്ള കുടിവെള്ളവും നല്ല സാനിറ്റേഷനും ഒക്കെ ആൾക്കാർക്ക് ഉറപ്പുവരുത്തുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റിനൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? ഹെൽത്ത് ഒക്കെ ഒരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് അല്ലേ, അത് അവർ തന്നെ നോക്കിയാൽ പോരെ എന്ന് വിചാരിച്ച് ഗവൺമെന്റ് മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എത്തിക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ മാക്സിമം ഔട്ട്പുട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ, ഹെൽത്തി ആയിട്ടുള്ളൊരു ജനറേഷൻ ഉണ്ടായാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കൺട്രി ഭാവിയിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കോട്ടാണ് ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലെ. നമ്മുടെ യഥാർത്ഥ ധനം എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യം തന്നെയാണ്. കാരണം ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒന്നും പിന്നെ നിലനിൽക്കത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് കുറെ പൈസ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെ എൻജോയ് ചെയ്യും? അപ്പൊ ഹെൽത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവുന്നത് അതുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് ജോബ് ട്രെയിനിങ് ആണ് പറയുന്നത്. അപ്പൊ ജോബ് ട്രെയിനിങ് എപ്പോഴും അറിയാം. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ, പ്രൈവറ്റ് കമ്പനിയിൽ +2 ഒക്കെ കഴിഞ്ഞാൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നിങ്ങളെ ഏതെങ്കിലും ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആളുടെ കീഴിൽ നിങ്ങൾക്ക് കുറച്ച് നാൾ ജോബ് ട്രെയിനിങ് തരും. അതിപ്പോൾ ഗവൺമെന്റ് ജോലി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പോൾ പോലീസിലൊക്കെ കയറുന്നവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, പട്ടാളത്തിൽ ട്രെയിനിങ്ങിന്റെ കാര്യം കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അയാൾ ആ ഒരു ടാലന്റ് ഇല്ലാതെ ആയിരിക്കും, ഒരു സ്കിൽ ഇല്ലാതെ ആയിരിക്കും അയാൾ ചിലപ്പോൾ ആ ജോലി കിട്ടി വരുന്നത്. അപ്പൊ അയാളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അയാൾക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുന്നു. അതായത് ജോബ് പ്ലേസിൽ വെച്ചിട്ട് തന്നെ ട്രെയിനിങ് കൊടുക്കുന്ന രീതിയുണ്ട്. അപ്പൊ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്റെ ഭാഗമാണ് അല്ലെ. അതായത് ഗവൺമെന്റിന് അറിയാം നാളെ ഇത് വേറൊരു രീതിയിൽ ഗവൺമെന്റിനെ തന്നെ തിരിച്ചു കിട്ടും. ഗവൺമെന്റിന് തന്നെയാണ് ജനങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റിസൺസ് ഉള്ള ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കൺട്രി ആയിരിക്കും അതുകൊണ്ട് വളരുന്നതെന്ന് ഗവൺമെന്റിന് ഉറപ്പാണ്. സോ അതൊക്കെ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്റെ എക്സാമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക. സോ ജോബ് ദ ട്രെയിനിങ് ആണ് മൂന്നാമത്തത്. നാലാമത്തത് മൈഗ്രേഷൻ. നിങ്ങൾ ഈ മൈഗ്രേറ്ററി ബേർഡ്സിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഓരോ സ്ഥലത്ത് ക്ലൈമറ്റ് ചേഞ്ച് ആവുമ്പം വേറെ സ്ഥലത്തോട്ട് ഈ സൈബീരിയൻ ക്രെയിൻ ഒക്കെ നിങ്ങൾ എക്സാമ്പിൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ആണ് സിമ്പിൾ അതിന്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൈഗ്രേഷൻ എന്തൊക്കെ കൊണ്ട് സംഭവിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു മാരേജ് അല്ലെ, ഒന്നെങ്കിൽ കല്യാണം കഴിച്ചിട്ട്. അതായത് അതൊരു തെറ്റായിട്ടുള്ളൊരു പ്രവണതയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ മെയിലിന്റെ വീട്ടിലേക്ക് പോകുന്ന രീതി അല്ലെ. അപ്പൊ അതൊരു കൈൻഡ് ഓഫ് മൈഗ്രേഷൻ ആണ്. അപ്പം ഫീമെയിൽ ടു മെയിൽ എന്ന് പറയുന്നത് ഒരു മൈഗ്രേഷൻ സംഭവം, ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഫീമെയിൽ മെയിലിന്റെ വീട്ടിലോട്ടും മെയിൽ ഫീമെയിലിന്റെ വീട്ടിലോട്ടും പോകേണ്ട കാര്യമില്ല. ഒരു മാരേജ് എന്ന് പറയുന്നത് അവരുടെ ഒരു കോമൺ പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടൊരു വീടൊക്കെ എടുത്ത് മാറുന്നതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അതാകുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം മാരേജ് പോലത്തുള്ള കാര്യങ്ങൾ എന്താണ് ഈ മൈഗ്രേഷൻ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ അല്ലേ. ഇപ്പം എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്ഥലം മാറി പോകാറുണ്ട്. ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും +2 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഡിഗ്രിയിൽ ചിലപ്പം വേറെ ഏതെങ്കിലും ഡൽഹിയിലോ ഒക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ഫോം ഓഫ് മൈഗ്രേഷൻ ആണ്. ഇനി നമ്മൾ എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് അത് പ്രധാനമായിട്ടും റൂറലിൽ നിന്ന് അർബൻ ഏരിയയിലോട്ടാണ് ഈ എംപ്ലോയ്മെന്റിന്റെ പേരിൽ മൈഗ്രേഷൻ നടക്കുന്നത്, റൂറൽ ടു അർബൻ. അത് നിങ്ങൾക്കറിയാം. അതായത് ഇപ്പം റൂറൽ ഏരിയാസിൽ പൊതുവെ ആൾക്കാർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ അഗ്രികൾച്ചർ റിലേറ്റഡ് ജോബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി വേജ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യും, അർബൻ ഏരിയയിൽ കുറച്ചുകൂടെ നല്ല ജോബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവും. അപ്പൊ അവർക്ക് ദേ മേ ഗെറ്റ് ബെറ്റർ സാലറീസ് അല്ലേ. ഇപ്പൊ നാട്ടിൽ ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു റൂറൽ അർബൻ മൈഗ്രേഷൻ അതിന്റെ കാരണമായിട്ട് ഉണ്ടാവുന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ബെറ്റർ ജോബിന് വേണ്ടിയിട്ട് ആൾക്കാർ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ മാരേജ് ഒരു റീസൺ ആണ്, എഡ്യൂക്കേഷൻ അനദർ റീസൺ, എംപ്ലോയ്മെന്റ് നമുക്ക് പറയാം. ആൻഡ് ഫൈനലി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫർമേഷൻ അക്വസിഷൻ ആണ്.
അതായത് നിങ്ങൾക്കറിയാം ഈ ജോബുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഏതൊക്കെ സ്കീമുകളാണ് നിലവിലുള്ളത്, ഏതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്, ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? ബിക്കോസ് ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പം ഓരോ മാർക്കറ്റിൽ ഇപ്പം എവിടെയാണ് ആൾക്കാർ കൂടുതലും നോക്കുന്നത്, ഇപ്പം ജോബാണോ ഒരാൾക്ക് കൂടുതൽ ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എഡ്യൂക്കേഷൻ ആണോ ഹെൽത്ത് ആണോ, ഇതിനെ ബേസ് ചെയ്തിട്ട് ആൾക്കാർ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഗവൺമെന്റിന് വേണ്ട സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫർമേഷൻ അക്വസിഷൻ, അപ്പോൾ ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അന്വേഷിക്കുക എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സാണ്. അപ്പോൾ 5 സോഴ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എഡ്യൂക്കേഷൻ പറഞ്ഞു, ദെൻ ഹെൽത്ത് പറഞ്ഞു, ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ ആൻഡ് ഫൈനലി ഇൻഫർമേഷൻ അക്വസിഷൻ. ഇത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക് ഗ്രോത്തിലേക്ക് പോകാം. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്നൊരു ഐഡിയ നമുക്കുണ്ട്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ GDP കൂടുക എന്നുള്ളതാണ് അല്ലെ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ആ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ മൂല്യം കൂടുന്നതിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരാളാണോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണോ കൂടുതൽ സാലറി വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണും പൂട്ടി പറയാം അല്ലേ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. ചില ബിസിനസ്സുകാരുടെ കാര്യം അല്ലെ പൊളിറ്റീഷ്യൻസിന്റെ കാര്യം വിടാം, അല്ലാതെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ട് ഇപ്പം ഗവൺമെന്റ് ജോലിയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫീൽഡുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലും സാലറി ഉണ്ടാവുന്നത് അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇലിറ്ററേറ്റ് പേഴ്സൺ, ഇലിറ്ററേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാഭ്യാസം ഇല്ലാത്ത നിരക്ഷരായിട്ടുള്ള ഒരാളെക്കാട്ടിലും എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരാളായിരിക്കും ഒരു രാജ്യത്തിന് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ GDP കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാലും ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ നന്നായിട്ട് കിട്ടിയ ആളായിരിക്കും അയാളുടെ ലേബർ സ്കില്ല് വെച്ചിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് കണ്ണു അടച്ചു പറയാലോ, ഹ്യൂമൻ ക്യാപിറ്റൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, എക്കണോമിക് ഗ്രോത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇനി അതുമാത്രം മതിയോ? നമുക്ക് എഡ്യൂക്കേഷൻ മാത്രം ഉണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു എന്നായോ? ഇല്ല, നമുക്ക് ഹെൽത്ത് വേണം അല്ലേ. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറേ നാൾ ഒരിടത്ത് ജോലി പോലും എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് നിങ്ങളൊരു നല്ല ജോലി റിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ ഓൺ ദ ജോബ് ട്രെയിനിങ് ആയാലും ജോബ് മാർക്കറ്റ് ഇൻഫർമേഷൻ ആയാലും മൈഗ്രേഷൻ ആയാലും ഇതെല്ലാം ആൾക്കാരുടെ ഇൻഡിവിജ്വൽ ഇൻകത്തെ കൂട്ടുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ അതെല്ലാം എന്താണ് ഈ പറയുന്നത് പോലെ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇതെല്ലാം ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. ഇതെല്ലാം എക്കണോമിക് ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ അത്രയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, നോക്കി വെച്ചിരിക്കുക. ആൻഡ് എന്നാൽ ഇപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും അത് ഫെയിലിയർ ആവാനതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അത് ഫെയിലിയർ ആവാനുള്ള പോസിബിലിറ്റി കൂടെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇൻസഫിഷ്യന്റ് റിസോഴ്സസ് ആണ്. ഇപ്പൊ നമ്മൾ ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യക്ക് അത്രയും റിസോഴ്സസ് ഇല്ല. അതായത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അക്കോമഡേറ്റ് ചെയ്യാനുള്ള എഡ്യൂക്കേഷനോ ഹെൽത്തോ ഒന്നും നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതിനി ആരെങ്കിലും ഉണ്ടാക്കിയെടുത്താലേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ രാജ്യത്ത് എന്താണ് ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അടുത്തത് സീരിയസ് ആയിട്ടുള്ള ഇൻഎഫിഷ്യൻസീസ് ആണ്. അതായത് നിങ്ങൾക്കറിയാം ഇപ്പം എന്താണ് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് എഡ്യൂക്കേഷൻ കിട്ടാത്ത വളരുന്ന അല്ലെങ്കിൽ ഹെൽത്ത് ഫെസിലിറ്റീസ് കുറവുള്ള ആൾക്കാർ എന്താണ് ഭയങ്കര കൂടുതലാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലേ. ഇപ്പം ഇന്ത്യയിലെ തന്നെ ചില സ്കൂളുകളുടെ ഒക്കെ അവസ്ഥ നിങ്ങളിങ്ങനെ ഇടയ്ക്ക് വൈറലാവുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ചോർന്ന് ഒലിക്കുന്ന സ്കൂളുകൾ, അതുപോലെ ഹോസ്പിറ്റലിലൊക്കെ താഴെ ആൾക്കാർ എന്താണ് കട്ടിലൊന്നും ഇല്ലാതെ താഴെ വിരിച്ച് കിടക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടർ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ താഴെയൊക്കെ ഇരുന്ന് ഓക്സിജൻ എടുക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇൻസഫിഷ്യന്റ് റിസോഴ്സസും സീരിയസ് ഇൻഎഫിഷ്യൻസീസ്, അതായത് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും മറ്റൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ അതിന്റെ പ്രശ്നങ്ങളായിട്ട് നമുക്ക് പറയാം കേട്ടോ, പ്രോബ്ലംസ് ആയിട്ട് പറയാവുന്നതാണ്. ഇനി ഹ്യൂമൻ ക്യാപിറ്റലും ഹ്യൂമൻ ഡെവലപ്മെന്റും തമ്മിലുള്ള കണക്ഷൻ കൂടെ നമുക്ക് നോക്കാം. ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊഡക്ടിവിറ്റി കൂടുന്നുള്ള ഐഡിയ നമുക്കുണ്ട്.
ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ്, ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അല്ലേ. അതായത് നമ്മുടെ മനുഷ്യന്റെ ഡെവലപ്മെന്റ് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി ബേസ്ഡ്, അതായത് എല്ലാവർക്കും നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടോ, ആൾക്കാരെല്ലാം നല്ല രീതിയിലാണോ ജീവിക്കുന്നത്, അപ്പൊ അതൊക്കെ നോക്കുന്നതാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവ വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ കൊടുത്താൽ അത് ആൾക്കാരുടെ ക്ഷേമത്തിന് എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റിനകത്ത് നോക്കുന്നത്. അതായത് ആൾക്കാർക്ക് വായിക്കാനും എഴുതാനും അറിയാം, അതുപോലെ തന്നെ അവർക്ക് നല്ല ഹെൽത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, കൂടും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഐഡിയ ഉണ്ട് അല്ലേ. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റലും ഹ്യൂമൻ ഡെവലപ്മെന്റും കൂടെ അത്രയും കണക്റ്റഡ് ആണ്. അപ്പം നല്ല ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം ഒരു രാജ്യം വികസിക്കണം അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ക്ഷേമം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ എഡ്യൂക്കേഷനും ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ലോകത്ത് ഉള്ള നല്ല ക്ഷേമരാഷ്ട്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും, നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ മാത്രമാണ് നമുക്ക് എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അതിൻ്റെ കംപ്ലീറ്റ് ഫോമിലെത്തി അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം HDI ഇൻഡെക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയത്തില്ല, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലൊക്കെ ഇന്ത്യയുടെ സ്ഥാനം കുറച്ചും ബാക്കിലാണ് കേട്ടോ, അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. അതായത് 118 ആയിരുന്നു ഈ വർഷത്തെ റിപ്പോർട്ടിലൊക്കെ വന്നപ്പോൾ. അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഒരു നല്ല മുകളിലോട്ട് കയറി വരുന്നുണ്ട്, എന്നാലും കുറച്ച് കമ്മിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റലും ഹ്യൂമൻ ഡെവലപ്മെന്റും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും ക്ലോസ്ലി കണക്റ്റഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് ഒന്നുകൂടെ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ എന്താണെന്ന് നോക്കി, ഫിസിക്കൽ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്ന് നോക്കി, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഈ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ഫിസിക്കൽ ക്യാപിറ്റലിൻ്റെ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുക, സോഴ്സസ് നോക്കുക, പിന്നെ ഹ്യൂമൻ ക്യാപിറ്റലും എക്കണോമിക് ഗ്രോത്തും തമ്മിലുള്ള കണക്ഷൻ. ഇനി ഇത് പലയിടത്തും ഫെയിലർ ആയി പോകുന്നതിനുള്ള റീസൺസ്, ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് തമ്മിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേഷൻ സെക്ടർ തൊട്ടായിരിക്കും നോക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.